ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ചാലോട് വരെ പോയി കേട്ടോ. ചാലോട് ഒന്ന് രണ്ട് ഷോപ്പിങ്ങും കാര്യങ്ങൾക്കായിട്ട് പോയതാണ്. അപ്പോൾ കാര്യമായിട്ട് നമ്മൾ പോയത് ശിവന്യക്ക് രണ്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മുടെ ചാലോടുള്ള സാഗരയിലാണ് കേട്ടോ. സാഗരയിൽ പോയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒതുങ്ങിയ ബഡ്ജറ്റിൽ നല്ല അടിപൊളി ഡ്രസ്സ് എടുക്കാം, അത് തന്നെ കാരണം. അപ്പോൾ ഇവിടെ ലേഡീസിനും കിഡ്സിനൊക്കെ ആയിട്ട് നല്ല നല്ല ലേറ്റസ്റ്റ് കളക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സമിത ശിവന്യക്ക് വേണ്ടിയിട്ട് ഓരോ ഡ്രസ്സുകൾ നോക്കി നോക്കി സെലക്ട് ചെയ്ത് എടുക്കലാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കുള്ളൊരു ഷോപ്പ് തന്നെയാണ് നമ്മുടെ ഈ സാഗര. നമ്മൾ എല്ലാ ഫങ്ഷൻസും എന്ത് ഫെസ്റ്റിവൽ വന്നാലും നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് നമ്മുടെ ഈ സാഗരയിൽ തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ശിവന്യത ഓടിക്കളിയാണ്, അവൾ എവിടെ പോയാലും ഇതുപോലെ ഓടിക്കളിയാട്ടാ. അവൾക്ക് അതിലൊക്കെയാണ് താല്പര്യം. അപ്പോൾ ഇതേ നമ്മുടെ സമിത ഓരോ ഡ്രസ്സുകളായിട്ട് ഇങ്ങനെ ശിവന്യക്ക് വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് ഡ്രസ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട് അത് നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുകയും ചെയ്ത്. കുട്ടികൾക്കൊക്കെ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതാ റോംബറും എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴും ഇതേ നമ്മുടെ സമിത ഒരു നൈറ്റിയൊക്കെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇഷ്ടപ്പെട്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ അതിൻ്റെ ബില്ലൊക്കെ പേയ്മെൻറ്റ് നേരെ പോയത് തൊട്ടടുത്തുള്ളൊരു ബേക്കറിയിലാട്ടാ. ബേക്കറിയിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ശിവന്യ പറഞ്ഞ് എനിക്ക് ചായ ഒന്നും വേണ്ട, കിൻഡർ ജോയ് മതിയെന്ന്. അപ്പോൾ കിൻഡർ ജോയ് മേടിച്ചാൽ ഈ രണ്ടുണ്ട് കാര്യം, അതിനുള്ള ചോക്ലേറ്റും കഴിക്കുക, അതിനുള്ളിൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കളിപ്പാട്ടം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ സമിത സെറ്റായി കൊടുക്കലാട്ടാ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇതേ നമ്മൾ പറഞ്ഞ ചായയും അതുപോലെ തന്നെ പപ്സും വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പപ്സ് നല്ല സോഫ്റ്റ് പപ്സ്. ആ പപ്സ് എടുത്ത് ഞാൻ മെല്ലെ നമ്മുടെ ടൊമാറ്റോ സോസിലൊക്കെ മുക്കി കഴിക്കാൻ തുടങ്ങി കേട്ടോ. നല്ല ടേസ്റ്റുള്ള പപ്സ് ആയിരുന്നു. അപ്പോൾ ഒന്നും നോക്കില്ല, രണ്ടെണ്ണം ഞാനങ്ങ് കഴിച്ച്. അപ്പോൾ ശിവനൊക്കെ കിട്ടിയ കളിപ്പാട്ടം കണ്ട നമ്മളെ ഡിനോസർ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടത് ദേ ഈ പാലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നമ്മളെ പറശ്ശിനിക്കടവ് പാലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയത് വേറെ എവിടത്തേക്കല്ല, നമ്മളെ മുത്തപ്പനെ കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ. കുറേ ദിവസമായി മുത്തപ്പനടുക്ക പോകണം എന്ന് വെച്ചിട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് വന്നു. അപ്പോൾ 2-3 തീയതികളാണ് കേട്ടോ ഇവിടുത്തെ ഉത്സവം, അതായത് ഡിസംബർ 2-3 തീയതികളിൽ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഏകദേശം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അകത്ത് മുത്തപ്പൻ്റെ വെള്ളാട്ടം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പുഴയിൽ പോയി കാല് കഴുകി മുത്തപ്പനെ തൊഴുത് പുറത്തിറങ്ങി. അപ്പോൾ പറശ്ശിനിക്കടവ് ചുറ്റുപാടൊക്കെ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഉത്സവം പ്രമാണിച്ചിട്ട് നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രസാദം കഴിക്കാൻ വേണ്ടി പോയി. മമ്പയരും അതുപോലെ തന്നെ തേങ്ങാപ്പൂളൊക്കെ ഇട്ട് ആ പ്രസാദം കഴിച്ചു. കൂട്ടത്തിൽ ചായയും കുടിച്ച് നമ്മളിത് ശിവന്യക്കുട്ടി എവിടെ പോയാലും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഓടിക്കളിയാണ്. അപ്പോൾ അതിൻ്റെ മുൻവശത്ത് പോയിട്ട് നമ്മൾ 2 ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴാണ് ഇരുട്ടിക്കുള്ളൊരു സ്കൂളിൽ നിന്ന് ടൂറ് വന്ന കുറച്ച് കുട്ടികളെ കണ്ടത്. അപ്പോൾ അവർ വന്ന് ശിവന്യനൊക്കെ എടുത്ത് സംസാരിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട് ശിവന്യന. അവർ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കേട്ടോ എല്ലാ കുട്ടികളും. അതെ എന്നാ ഹായ് പറ. അപ്പോൾ എല്ലാവരും നല്ല സ്മാർട്ട് കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ശമലാട്ടൻ, അതായത് റോയൽ ക്രൂയിസിൻ്റെ സാരഥി. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ കണ്ട് നേരെ പോയത് ചന്തകളിലേക്കാട്ടാ, നമ്മളെ ശിവന്യൻ്റെ മെയിൻ സ്ഥലം. അപ്പോൾ ശിവന്യ ഇത് എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്, ഏതാ എടുക്കണ്ടേ നോക്കി നിൽക്കുന്നുണ്ട്. അവള് അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്നും എടുക്കാണ്ട് പോകൂല കേട്ടാ, അവൾക്ക് എന്തെങ്കിലും ഒന്ന് എടുത്തേ പറ്റൂ. അപ്പോൾ എല്ലാം കാര്യമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് അവള് സെലക്ട് ചെയ്ത സാധനം കണ്ട, ഇത് ഒന്ന് ഓൾറെഡി വീട്ടിലുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.